ഈ പറഞ്ഞ ആള് തന്നെ അങ്ങനെയാണ്. അവർ അഭയാർത്ഥികളായിട്ട് വന്ന് നിൽക്കുന്നു. ഞങ്ങളെ ഉദ്ദേശിച്ചല്ല വീട് തന്നത്, സുചേട്ടന്റെ വീട്ടുകാരെ ഉദ്ദേശിച്ചാണ് വീട്. ഇത് ഇപ്പോഴാണ് ഇതൊക്കെ ഉദ്ദേശിച്ചാണ് സുചേട്ടന്റെ മക്കൾക്ക് ഇവര് വീട് കൊടുത്തത്. പുള്ളിക്കാരിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സുധിച്ചേട്ടന്റെ വീട്ടുകാരെ ഉദ്ദേശിച്ചാണ് വീട് കൊടുത്തത് എന്നല്ല പറഞ്ഞത്. സുധിച്ചേട്ടന്റെ അമ്മ, കിച്ചു, ഋതപ്പൻ, നിങ്ങൾ 4 പേരും കൂടെ ആ വീട്ടിൽ താമസിക്കും എന്ന് കരുതിയിട്ടാണ് വീട് നൽകിയതെന്നാണ് പറഞ്ഞത്. അവർക്ക് ആ അമ്മേനെ ആ വീട്ടിലോട്ട് കയറ്റാൻ വലിയ പ്ലാൻ ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അമ്മായിയമ്മ പോരായിരിക്കും. സുചേട്ടന്റെ മക്കൾക്ക്, ആ മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത്. അതെ, ആ ബോധം ഉണ്ടായാൽ മതി. സുധിച്ചേട്ടന്റെ മക്കൾക്കാണ് തന്നത്. പക്ഷെ അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്? നിങ്ങളുടെ അച്ഛനും അമ്മയും പിന്നെ പോട്ടെ, നിങ്ങളുടെ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ നോക്കാൻ ആള് വേണം, ഋതപ്പനെ നോക്കാൻ ആള് വേണം, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ്, സഹോദരിയുടെ മക്കൾ, അവരെല്ലാവരും അവിടെ തന്നെയാണല്ലോ അധിക ദിവസം താമസിക്കുന്നത്. അതിനെയാണ് ആളുകൾ വിമർശിക്കുന്നത്. ഇന്നൊരു ഉദ്ദേശമൊന്നുമല്ലോ കൊടുത്തത്. ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്, അല്ലെ എന്റെ അപ്പനും അമ്മയും അവിടെ നിൽക്കുന്നത്. 5 വയസ്സുള്ള കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഈ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ വീട്ടുകാരൊക്കെ വന്ന് നിൽക്കുന്ന പോലെ തന്നെ സുധിയുടെ വീട്ടുകാർക്കും അവരുടെ കുടുംബക്കാർക്കും ആ വീട്ടിൽ വന്ന് നിൽക്കാനുള്ള അതേ അവകാശമുണ്ട്. കാരണം കിച്ചു എന്ന് പറയുന്ന ഒരാളും സുധി എന്ന് പറയുന്ന ആളും നിങ്ങളുടെ വീട്ടിൽ, ആ കുടുംബത്തിൽ, ആ വീട്ടിൽ താമസിക്കേണ്ട ആളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സുധീന്റെ വീട്ടുകാർക്കും അവിടെ കയറി ഇങ്ങനെ നിരങ്ങി ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ അവരെ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങളെ സാമാന്യ ബോധം ഉപയോഗിച്ച് ആലോചിച്ച് നോക്കുക. എനിക്ക് എന്തായാലും അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നമുക്ക് ആരാ ഉള്ളത്? അപ്പനും അമ്മയുള്ളൂ. പ്രായമായെങ്കിൽ അവർക്ക് 10, 62, 63 വയസ്സുണ്ട്. അവര് നോക്കുന്നില്ല ഇപ്പോഴും. അപ്പൊ പിന്നെ അവരവിടെ നിൽക്കുന്നതിന് എന്തിനാണ് ഈ കുറ്റം പറയുന്ന ആൾക്കാർ? ശരിക്കും നമുക്ക് തന്നൊരു വീട് അല്ലെ, അത് ദാനായിട്ട് അവരെ ഒരു തന്നിട്ടുള്ള വലിയൊരു നന്മയാണെങ്കിൽ പോലും. ഗൈസ്, അതിന്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, രേണുസുധീനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് പൊള്ളുന്നുണ്ട്. എന്നോട് ചെലവിന് കൊടുക്കാൻ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര വിഷമാണ് ഈ രേണുസുധീനെ ചീത്തയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നിങ്ങൾ എല്ലാവരും കൂടെ പിരിവിട്ട് ചെലവിന് കൊടുത്തേക്ക് ആ സ്ത്രീ പരിപാടി നിർത്തിക്കോട്ടെ. നിങ്ങൾ അതിനു വേണ്ടി ഞങ്ങളോട് ചെലവിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു വരണ്ട. രേണുസുധീന്റെ പാവാട വള്ളികളോടാണ് പറയുന്നത്. രേണുസുധിയല്ല, രേഷ്മ പി തങ്കച്ചത് മതി. ഇനി മുതൽ വീഡിയോയിൽ അതേ പറയുന്നത്. പിന്നെ നമ്മുടെ കിച്ചുവിന് 100K സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു തരത്തിൽ ആ കുട്ടിക്ക് കൺഗ്രാജുലേഷൻസോ മറ്റോ അറിയിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് അവരുടെ സ്റ്റോറീസ് റീസെന്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രജീഷിന്റെ കൂടെയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ മറന്നിട്ടില്ല. അവരാരെയും പൊക്കി പറഞ്ഞാൽ ആ റീൽ അതേപോലെ ഇവിടെ വന്ന് ആഡ് ചെയ്യാൻ മറന്നിട്ടില്ല സ്റ്റോറി ആയിട്ട്. പിന്നെ ഇവരെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞാലും സെൽഫി ഫോട്ടോ എടുത്താലും അവരവർ ടാഗ് ചെയ്ത് വിടുന്ന എല്ലാവരും സ്റ്റോറി ആക്കാൻ ഇവർ മറന്നിട്ടില്ല. സ്വന്തം മകൻ എന്ന് പറയുന്ന ആ പയ്യൻ ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആയ സന്തോഷത്തിൽ പങ്കുചേരാനോ ഒരു കൺഗ്രാജുലേഷൻസ് അറിയിക്കാനോ ഇവർക്ക് പറ്റിയിട്ടില്ല. പറച്ചില് മാത്രമേ ഉള്ളൂ മകൻ. വീട് നമ്മുടെ തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ ഇത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നൊന്നുമില്ല. നമ്മുടെ പിള്ളേരുടെ അതാണ് ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ, ഇവരുടേതും കൂടെ ആണെന്ന് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സാധനം ഇവരുടെ പേരിലല്ലല്ലോ, മക്കളെ പേരിലായതുകൊണ്ടുള്ള കുശുമ്പ് കുത്തി കയറിയിട്ടാണ് ഇത്രയും വലിയ പ്രശ്നം. പിന്നെ ഇപ്പം സുധിയുടെ അമ്മയ്ക്കും കൂടെ ആ വീട്ടിൽ അവകാശമുണ്ട്, അവരും കൂടെ അവിടെ വന്ന് താമസിക്കും എന്ന് കരുതിയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതിന്റെ ക്രിമികടിയാണ്. അപ്പൊ പിള്ളേരുടെ ആണെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ വേണ്ടി അളവ് തരുമ്പോൾ നമ്മുടെ തന്നെയല്ലേ. ഇത്രയും ബഡ്ജറ്റിൽ വീട് വെച്ച് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുറച്ചൊരു ഡിലേ ആയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലോ, ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാലോ, പപ്പയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. അല്ല അങ്ങനെ പറഞ്ഞു പറയാതെ ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ അതൊന്നും, അതാ ഞാൻ പറഞ്ഞത് ഒരു വശം മാത്രം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത് ആരാണ് പറഞ്ഞത്? ഫിറോസിക്ക പറഞ്ഞെന്നാണ് ഒരാൾ എന്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ വീട് തല്ലിപ്പൊളിക്കുന്ന ആരാ പറഞ്ഞത്? എനിക്കറിയില്ല. എന്നോട് പപ്പയാ പറഞ്ഞത്. പപ്പേനോട് അതാരാ പറഞ്ഞത്? പപ്പേനോട് ഫിറോസിനെ അറിയുന്ന വേറൊരാളാ പറഞ്ഞത്. ആ ആളോട് ആരാണ് പറഞ്ഞത്? ഫിറോസിനോട്. ഇവർക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. ആരോ ഇങ്ങനെ പാസ് ചെയ്ത് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ചെവി കേട്ടിട്ട് അതാണ് ഇവിടെ വന്ന് വിളമ്പുന്നത്. രേണുസുധീനോട് ഡയറക്ടർ ആൾ പറഞ്ഞതാണ് ഈ കാര്യം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. അല്ലാതെ പപ്പാനോട് ഒരാൾ പറഞ്ഞു, പപ്പ അത് രേണുവിനോട് പറഞ്ഞു, ഇങ്ങനെ കൈമാറി വരുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വിളമ്പുന്നത് അവരെ നാണം കെടുത്താൻ വേണ്ടി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് തന്നെ അതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല, ഉള്ളതാണോ ഇല്ലാത്തതാണോ. അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു നിരത്തുമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറയും. അല്ല പപ്പോടാണോ ഫിറോസിക്ക പറഞ്ഞു? ഫിറോസിക്ക പറഞ്ഞത് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. പപ്പ അത് പറയും. ഫിറോസിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരാള് പപ്പേനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നമുക്കും പറയാലോ. അപ്പൊ എന്തുകൊണ്ടാണ് ശരിക്കും അത് തുറന്നു പറയാത്തത്? എന്തുകൊണ്ടാണ് പുള്ളി പറയും പപ്പ എനിക്കത് ഡീറ്റെയിൽ അറിയില്ല. രേണുവിന് അറിയുന്ന എന്തെങ്കിലും കാര്യമുണ്ട് എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല, പപ്പയ്ക്കറിയാം, എനിക്കറിയില്ല, പപ്പയ്ക്കറിയാം, എനിക്കറിയില്ല, പപ്പയ്ക്കറിയാം. സത്യത്തില് രേണു ആണോ ആ വീടും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, പപ്പയാണോ എന്നുള്ളതാണ് ഇപ്പൊ സംശയം. ഈ ഫിറോസ് ഇത് ശരിക്കും ഇത് രേണുസുധിയായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ടതും ആക്ച്വലി എനിക്ക് എന്റെ വീട്ടുകാരോട് സംസാരിച്ച് ചോദിക്കണം, എന്നിട്ടല്ലേ എനിക്ക് പറ്റത്തുള്ളൂ. ഞാൻ നേരിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ല, ആ വീട് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ ഫിറോസൊക്കെയായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല, സംസാരിച്ചിട്ടേ ഇല്ല. ഈ മുഴുവൻ കോണ്ടാക്ട് ചെയ്യുന്ന എന്റെ പപ്പയൊക്കെ ആയിരുന്നു വീടിനെ പറ്റി. ഞാൻ പറഞ്ഞു അവിടെ നിന്നിട്ടില്ല, അങ്ങനെയായിരുന്നു സംഭവം.
വീടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കോൺടാക്ട് ചെയ്തത് പപ്പയാണ്. അപ്പം ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ നിങ്ങളുടെ പപ്പയ്ക്ക് വേണ്ടിയിട്ടും അമ്മയ്ക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കി കൊടുത്ത വീടാണല്ലോ. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളും കൂടെ കയറി താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്ന വീടല്ലേ. ആ വീടിന്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ആരാണ് ഫിറോസ് എന്ന് പറയുന്ന ആളോട് സംസാരിക്കേണ്ടത്? അതിന് വരെ നിങ്ങൾ ആ പപ്പേനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിങ്ങളുടെ പപ്പയും അമ്മയും മറ്റു കുടുംബക്കാരും ആധിപത്യം സ്ഥാപിച്ചു എന്ന് നിങ്ങൾ തന്നെ പറയാതെ പറയാണ്. അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ പപ്പയോട് ചോദിക്കണം. അവിടെയും രേണു സുധിക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം, ഒരു അഭിപ്രായമില്ല. എനിക്ക് വീട്ടുകാരായിട്ട് ആലോചിക്കണം, പപ്പേനോടും അമ്മേനോടൊക്കെ ചോദിക്കണം. എന്റെ വീട്ടുകാരെ പറയുന്നത് എന്നെ പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് സന്തോഷമാണ്. ഞങ്ങളവിടെ നിൽക്കുന്നതിനാണ് ഈ ഒരു എന്താ പറയാ നെഗറ്റീവ് പറയുന്നവർക്കും അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കും ഒക്കെ പ്രശ്നം അതാണ്. ഞങ്ങൾ അവിടെ നിൽക്കുന്നതിനാണ് പ്രശ്നം. ഞങ്ങളുടെ വീടല്ലല്ലോ. ശരിക്കും ആളുകളും സോഷ്യൽ മീഡിയ പറയുന്നത് ഞങ്ങളെ വീടല്ലല്ലോ, അത് ഞങ്ങൾക്കല്ല പ്രശ്നം, നിങ്ങൾക്കാണ് ആ പ്രശ്നം. നിങ്ങളുടെ വീടല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്നവരൊക്കെ വിമർശിക്കുന്നത്. കിച്ചുവിനി ഋതപ്പന്റെയും വീടാണല്ലോ, നിങ്ങളുടെ വീടല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. കിച്ചുവിനി ഋതപ്പന്റെയും വീട് എന്ന് പറയുമ്പോൾ അത് എന്റെയും കൂടെ വീടാണ് എന്ന് രേഷ്മയ്ക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, രേണു എന്ന് പറയുന്ന രേഷ്മയ്ക്ക് അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാരും നാട്ടുകാരൊക്കെ ചെയ്യുന്നവരും അവിടെ വേണം. മൂന്നാമത്തെ എന്താ വെച്ചാൽ സുധി റിലേറ്റ് ചെയ്തിട്ടുള്ള കുടുംബക്കാരോ സുധിയുടെ അമ്മയോ മറ്റാരോ ആ വീട്ടിലോട്ട് വരുന്നത് രേഷ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ രേണുവിനെ കുറിച്ചിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്തേക്കുന്നു. ഇനി ചെയ്യാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റേ ബിഷപ്പിന്റെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ അതൊന്നും എടുത്തു വെച്ച് ചർച്ച ചെയ്തിട്ടില്ല. എന്ന് വെറുതെ കേൾക്കുന്നവരും കൂടെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.